നമസ്കാരം. മാനേജറൽ എക്കണോമിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ്. പ്ലസ് വൺ ബികോമിൻ്റെ സ്റ്റുഡൻസിനുള്ള സബ്ജക്റ്റ് ആണ് മാനേജറൽ എക്കണോമിക്സ്. അതിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഇൻട്രൊഡക്ഷൻ ടു മാനേജറൽ എക്കണോമിക്സ്. അതിനെക്കുറിച്ചുള്ള ക്ലാസ് ആണ് ഇന്ന് നമ്മൾ എടുക്കുന്നത്. ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ബേസിക് എക്കണോമിക് ടൂൾസ് ഇൻ മാനേജറൽ എക്കണോമിക്സ്, principles in managerial economics, or fundamental concepts in managerial economics, or theories in managerial economics. ഇതിൽ ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും, തിയറി ചോദിച്ചാലും, പ്രിൻസിപ്പിൾസ് ചോദിച്ചാലും, മാനേജർ എക്കണോമിക്സിന്റെ തിയറി ഏതാണ്, അല്ലെങ്കിൽ മാനേജർ എക്കണോമിക്സിന്റെ ബേസിക് എക്കണോമിക് ടൂൾസ് ഏതാണ്, ഇത് ഏത് ചോദിച്ചാലും അതിന്റെ ആൻസർ ആണ് അതിന്റെ ആൻസർ ആണ് നമ്മളിപ്പോൾ ഇന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ ടൂൾസ് എന്തൊക്കെയാണ്, മാനേജർ എക്കണോമിക്സിൻ്റെ കോൺസെപ്റ്റ്സ് എന്താണ്, മാനേജർ എക്കണോമിക്സിൻ്റെ തിയറീസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് തിയറിയാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഇപ്പോൾ എന്താണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് നോക്കാം. നമുക്കറിയാം എല്ലാ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ സ്കേഴ്സ് റിസോഴ്സ് ആയിരിക്കും. അതായത് എല്ലാ റിസോഴ്സും നമുക്ക് എപ്പോഴും അവൈലബിൾ ആവില്ല. We cannot produce all the commodities. നമുക്ക് എല്ലാ സാധനവും നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. നമുക്ക് കുറച്ച് സാധനങ്ങൾ മാത്രമേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ, അല്ലേ? For the production of one commodity, we have to forego the production of another commodity. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ തീരുമാനിക്കുകയാണ്, എൻ്റെ കയ്യിൽ ഇപ്പോൾ കുറച്ച് ക്യാഷ് ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുകയാണ് ഒരു ബിസിനസ് തുടങ്ങണം. ടെക്സ്റ്റൈൽ തുടങ്ങണോ, ജ്വല്ലറി തുടങ്ങണോ, സ്റ്റേഷനറി തുടങ്ങണോ, ഫുട്വെയർസ് തുടങ്ങണോ, ഏത് വേണമെങ്കിലും തുടങ്ങാം, അല്ലേ? അപ്പോൾ എന്തെങ്കിലും എല്ലാം കൂടി തുടങ്ങാൻ ഒരു മാളം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഞാൻ ആലോചിക്കുകയാണ് എന്തെങ്കിലും ഒരു സോൾ ട്രേഡിങ് കൺസേൺ ആരംഭിക്കണം. അപ്പോൾ എന്തെങ്കിലും ഒരെണ്ണം ഞാൻ തുടങ്ങുള്ളൂ. അപ്പോൾ ഏതാ വേണ്ടതെന്നുള്ളത് ഞാൻ ആലോചിക്കുകയാണ്. അപ്പോൾ ഒരെണ്ണം ഞാൻ തീരുമാനിക്കുമ്പോൾ, അപ്പം ഞാൻ ജ്വല്ലറി ആണ് ഞാൻ തീരുമാനിച്ചെങ്കിൽ വേറെ കുറെ എണ്ണം ഞാൻ അവിടെ ഉപേക്ഷിക്കുകയാണ് ചെയ്തത്, അല്ലേ? കുറെ എണ്ണത്തിന് ഞാൻ അവിടെ തുണി വേണ്ട, അല്ലെങ്കിൽ ഫുട്വെയർ വേണ്ട, അതൊക്കെ വേണ്ടാന്ന് ഞാൻ ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ ഒരെണ്ണം സെലക്ട് ചെയ്തത്. ഇതേപോലെ നമ്മുടെ കമ്പനിയിൽ പ്രൊഡക്ഷൻ നടത്തുമ്പോൾ എല്ലാ പ്രൊഡക്റ്റുകളും നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. കുറേയൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ആദ്യം ആലോചിക്കും ഏത് പ്രൊഡക്റ്റാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, എന്ത് വേണം, അങ്ങനെയൊക്കെ നമ്മൾ തീരുമാനിച്ചു. അവസാനം നമ്മൾ എന്ത് ചെയ്യും, അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു 4-5 എണ്ണമൊക്കെ നമ്മൾ ആദ്യം സെലക്ട് ചെയ്യും. ഇതാ വേണ്ടതൊക്കെ നമ്മൾ ആദ്യം സെലക്ട് ചെയ്യും. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, ഒരെണ്ണം സെലക്ട് ചെയ്യും. അപ്പോൾ വേറെ കുറേ കമ്മോഡിറ്റീസ് നമ്മൾ അവിടെ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ എന്താണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് വെച്ചാൽ, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഈസ് ദ കോസ്റ്റ് ഓഫ് നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് വിച്ച് ഈസ് ഗിവൺ അപ്പ്. ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ ആലോചിക്കുകയാണ് ഇപ്പോൾ തുണിക്കട തുടങ്ങണോ, അതല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും തുടങ്ങണമെന്നൊക്കെ ആലോചിക്കുകയാണ്. അവസാനം ഞാൻ തീരുമാനിച്ചു എന്തായാലും ജ്വല്ലറി തുടങ്ങാം, കുഴപ്പമില്ല. ജ്വല്ലറി ആകുമ്പോൾ മാരേജ് സീസണൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല ലാഭം ഉണ്ടാക്കാൻ പറ്റും. കുറേ ആലോചിച്ച് തീരുമാനിച്ചിട്ടൊക്കെ ഞാൻ അവസാനം ഒരെണ്ണം സെലക്ട് ചെയ്തു. അപ്പോൾ എൻ്റെ മുമ്പിൽ 2 ഓപ്ഷൻ, അല്ലെങ്കിൽ 2 ആവാം, അതിൽ കൂടുതൽ ഓപ്ഷൻസ് ഉണ്ടാവാം. ഇപ്പം ഞാനിപ്പോൾ എൻ്റെ മുമ്പിൽ മനസ്സിലായി ഇഷ്ടപ്പെട്ട ഏറ്റവും 2 എണ്ണം. ഒന്നൊരു ടെക്സ്റ്റൈൽ തുടങ്ങണം, അല്ലെങ്കിൽ ഒരു ജ്വല്ലറി തുടങ്ങണം. അപ്പോൾ അതിൽ ജ്വല്ലറി തുടങ്ങാൻ തീരുമാനിച്ചപ്പോൾ നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ്, അതായത് അതല്ലെങ്കിൽ അടുത്തത് നമ്മൾ പറയില്ലേക്കും അതല്ലേ ചെയ്യണം. അപ്പൊ അതിൽ ആ 2ാമത്തെ ഓൾട്ടർനേറ്റീവ് നമ്മൾ ഉപേക്ഷിച്ചു. അതിന് വേണ്ടി വരുന്ന ആ കോസ്റ്റ് ഞാൻ പറഞ്ഞ പേരാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. It refers to cost of foregoing or giving up an opportunity. നമ്മളായിട്ടൊരു അവസരം നമ്മൾ ഉപേക്ഷിച്ചു, അല്ലേ? നമുക്കത് ചെയ്യാമായിരുന്നു, പക്ഷെ നമ്മൾ ആ ഒരു അവസരം നമ്മൾ ഉപേക്ഷിച്ചു. അതിന് വേണ്ടി വരുന്ന അതിന്റെ കോസ്റ്റിനെയാണ് നമ്മൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. If there is no sacrifice involved by a decision, there will be no opportunity cost. അങ്ങനെ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് വേറെ നമ്മൾ തീരുമാനിച്ചത് നമ്മുടെ ഡിസിഷനിൽ നമ്മൾ നമുക്കിത് ചെയ്യാം, അങ്ങനെ മാത്രം നമ്മൾ തീരുമാനം. അപ്പൊ നമ്മളിവിടെ വേറെ ഒന്നും നമ്മൾ അതിനെ കുറിച്ചൊരു സബ്സ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചിട്ട് അത് വേണോ ഇത് വേണോ ഒന്നും നമ്മൾ ആലോചിച്ചിട്ടില്ല. നമ്മൾ ഒരെണ്ണം നമ്മൾ തീരുമാനിച്ചു, നമ്മൾ അതിനെ തുടങ്ങുകയും ചെയ്തു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് വരില്ല. ഓപ്പർച്യൂണിറ്റി കോസ്റ്റിന് വേറൊരു പേരാണ്, ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് alternative cost or transfer cost. The concept of opportunity cost plays an important role in managerial decision. ഈ opportunity costനെ managerial decisionലെ വളരെ important role ആണ്. This concept helps in select the best possible alternative from among various alternatives available to solve a particular problem. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ നമ്മുടെ മുമ്പിൽ കുറേ ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടാവും, കുറേ മാർഗങ്ങൾ ഉണ്ടാവും. അതിന്ന്
ഒരെണ്ണം നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് നമുക്ക് സെലക്ട് ചെയ്യണം. അത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്നുള്ള ആ പ്രിൻസിപ്പിൾ വളരെയധികം ഹെൽപ്ഫുൾ ആണ്. മാനേജർ ഡിസിഷൻ മേക്കിങ്ങിൽ വളരെയധികം ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റിൽ. എന്താണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ നിങ്ങൾ +2 കഴിഞ്ഞു, നിങ്ങൾ ഡിഗ്രിക്ക് നിങ്ങൾ BCom ചെയ്യണം, ഒന്നില്ലെങ്കിൽ നിങ്ങൾ ആലോചിക്കുകയാണ്, ഒന്നില്ലെങ്കിൽ BCom ചെയ്യണം, അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, BCom അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും ഇപ്പോൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. BCom അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കൊമേഴ്സ് കഴിഞ്ഞ കുട്ടിയാണെങ്കിൽ ആൾ ആലോചിക്കുകയാണ് BCom ചെയ്യണോ അതല്ലെങ്കിൽ ഞാൻ BBA ചെയ്യണോ. അപ്പോൾ വേറെ ഒരുപാട് അവസരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ 2 എക്സാമ്പിൾ പറഞ്ഞല്ലോ. BCom വേണോ BBA വേണോ. അപ്പോൾ അവസാനം നമ്മൾ BCom സെലക്ട് ചെയ്തു. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഓൾട്ടർനേറ്റീവ് ബെസ്റ്റ് ഏറ്റവും നല്ല ഓൾട്ടർനേറ്റീവ് നമ്മൾ സെലക്ട് ചെയ്തു. ഏറ്റവും നല്ല മാർഗം അല്ലെങ്കിൽ ഏറ്റവും നല്ല കാര്യം നമ്മൾ സെലക്ട് ചെയ്തു. ഇനി നമ്മൾ ഉപേക്ഷിച്ച രണ്ടാമത്തെ കാര്യമില്ലേ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അവിടെ BBA നമ്മൾ ഉപേക്ഷിച്ചു അല്ലേ. അപ്പോൾ അതേപോലെ എന്തെങ്കിലും ഇതുപോലെ ഡിസിഷൻസ് എടുക്കുമ്പോൾ ഏതെങ്കിലും പ്രൊഡക്റ്റുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ 2-3 ആദ്യം സെലക്ട് ചെയ്തിട്ടുണ്ടാവും. അതിൽ ഒരെണ്ണം നമ്മൾ സെലക്ട് ചെയ്തു, 2-3 ആദ്യം മാറ്റി വെച്ചു, അതിന് ഒരെണ്ണം മാത്രം നമ്മൾ സെലക്ട് ചെയ്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇതും കുഴപ്പമില്ല, ഇത് നല്ലതായിരുന്നല്ലോ. അപ്പൊ നെക്സ്റ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഏതായിരിക്കും എടുക്കുന്നുണ്ടാവുക, ആ നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവിന് വേണ്ടി അതിന്റെ കോസ്റ്റിനെയാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ഡിസിഷൻ മേക്കിങ്ങിൽ അങ്ങനെ ഒരു ചോയ്സ് ഇല്ലായിരുന്നു, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ വേറൊന്നും ഉപേക്ഷിച്ചിട്ടാണ് നമ്മളിത് എടുത്തതെന്ന് ആണെങ്കിൽ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നുവെങ്കിൽ അവിടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഇല്ല. ഓപ്പർച്യൂണിറ്റി കോസ്റ്റിന് വേറെ പേരിൽ അറിയപ്പെടുന്നു, ഓൾട്ടർനേറ്റീവ് കോസ്റ്റിന് അറിയപ്പെടും, അതുപോലെ തന്നെ ട്രാൻസ്ഫർ കോസ്റ്റിന് അറിയപ്പെടും. ഈ കോൺസെപ്റ്റ് ഓഫ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് മാനേജർ ഡിസിഷനിലെ ഒരു ഇമ്പോർട്ടൻ്റ് റോളാണ് അതിനുള്ളത്. കാരണം എന്താ വെച്ചാൽ ഈ കോൺസെപ്റ്റ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് നമ്മുടെ മുമ്പിൽ ഒരുപാട് ഒരു പ്രോബ്ലം ഉണ്ടായി കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മുടെ മുമ്പിൽ ഒരുപാട് മാർഗങ്ങളുണ്ട് അല്ലേ. നല്ല മാർഗങ്ങളും തെറ്റായ മാർഗങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. അതിന് ഏറ്റവും നല്ല ബെസ്റ്റ് പോസിബിൾ ആൾട്ടർനേറ്റീവ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്നുള്ള കോൺസെപ്റ്റ് വളരെ ഹെൽപ്ഫുൾ ആണ്. രണ്ടാമത്തെ പ്രിൻസിപ്പിളാണ് അല്ലെങ്കിൽ രണ്ടാമത്തെ ടൂൾസ് ആണ് പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്രിമെന്റലിസം. എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്രിമെന്റലിസം നോക്കാം. 2 important incremental concepts used in managerial economics. Managerial economicsലെ 2 incremental concepts ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒന്ന് ഇൻക്രിമെന്റൽ കോസ്റ്റും അനദർ വൺ ഇൻക്രിമെന്റൽ റവന്യൂ. അപ്പൊ എന്താണ് മാനേജറിയൽ എക്കണോമിക്സിലെ 2 ഇൻക്രിമെന്റൽ കോൺസെപ്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് കോൺസെപ്റ്റ് ആണ് ഇൻക്രിമെന്റൽ കോസ്റ്റ് ആൻഡ് സെക്കൻഡ് കോൺസെപ്റ്റ് ആണ് ഇൻക്രിമെന്റൽ റവന്യൂ. എന്താണ് ഇൻക്രിമെന്റൽ കോസ്റ്റും ഇൻക്രിമെന്റൽ റവന്യൂ നോക്കാം. ഇൻക്രിമെന്റൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ടോട്ടൽ കോസ്റ്റ് റിസൾട്ടിങ് ഫ്രം എ ഡിസിഷൻ. നമ്മുടെ എന്തെങ്കിലും തീരുമാനം എടുത്തതിന്റെ ഫലമായിട്ട് നമ്മൾ ആദ്യം തന്നെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും, ഇത്ര രൂപ കോസ്റ്റ് വരും, ഇത്ര രൂപ പ്രോഫിറ്റ് വരും, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഡിസിഷൻ എടുത്തതിന്റെ ഫലമായിട്ട് ടോട്ടൽ കോസ്റ്റ് ചേഞ്ച് ചെയ്യുന്നതിന് പറയുന്ന പേരാണ്. ടോട്ടൽ കോസ്റ്റ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു വർഷം എന്തായാലും ഒരു മാസം ഇത്ര രൂപ നമുക്ക് മൊത്തം ചെലവ് വരും, ഇപ്പൊ 5 ലക്ഷം രൂപ മൊത്തം ചെലവ് വരും എന്നൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ഒരു തെറ്റായ തീരുമാനം കാരണം അല്ലെങ്കിൽ എന്തെങ്കിലും തീരുമാനം കാരണം എന്താണ് ഈ 5 ലക്ഷം എന്നുള്ളത് ഒരു 6 ലക്ഷമായിട്ട് മാറി. ചെലവ് കൂടി കഴിഞ്ഞാൽ വരുമാനം എന്താ പറയാ ലാഭം കുറയും അല്ലേ. ചെലവ് കൂടി കഴിഞ്ഞാൽ ലാഭം കുറയും. അപ്പോൾ ഈ ചെലവ് കൂടാനുള്ള കാരണം നമ്മൾ റോങ് ഡിസിഷൻ എടുത്തുകൊണ്ടായിരിക്കാം ചിലപ്പോൾ സംഭവിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ആ ഡിസിഷൻ എടുത്തുകൊണ്ടാണ് ടോട്ടൽ കോസ്റ്റ് ചേഞ്ച് ചെയ്തത്. അതിന് പറഞ്ഞ പേരാണ് ഇൻക്രിമെന്റൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇൻക്രിമെന്റൽ റവന്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, ചേഞ്ച് ഇൻ ടോട്ടൽ റവന്യൂ. എന്താണ് ടോട്ടൽ, മറ്റൊരു ഇൻക്രിമെന്റൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ടോട്ടൽ കോസ്റ്റ്. ഇൻക്രിമെന്റൽ റവന്യൂ മീൻസ് ചേഞ്ച് ഇൻ ടോട്ടൽ റവന്യൂ റിസൾട്ടിങ് ഫ്രം എ ഡിസിഷൻ. എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുത്തതിന്റെ ഫലമായിട്ട് റവന്യൂവിൽ എന്തെങ്കിലും ചേഞ്ചസ് വരിക, അതിന് ടോട്ടൽ ലെവലിൽ എന്തെങ്കിലും ചേഞ്ചസ് വരികയാണെങ്കിൽ അതിന് പറഞ്ഞ പേരാണ് ഇൻക്രിമെന്റൽ റവന്യൂ. അപ്പോൾ ഈ ഇൻക്രിമെന്റൽ പ്രിൻസിപ്പിൾ നമുക്ക് ക്യാൻ ബി യൂസ്ഡ് ഇൻ തിയറീസ് ഓഫ് കൺസംഷൻ, പ്രൊഡക്ഷൻ, പ്രൈസിങ്. കൺസംഷൻ തിയറിയിലും പ്രൊഡക്ഷൻ തിയറിയിലും പ്രൈസിങ്ങിലും ഡിസ്ട്രിബ്യൂഷനിലും ഒക്കെ ഈ ഇൻക്രിമെന്റൽ പ്രിൻസിപ്പിൾസ് നമ്മൾ യൂസ് ചെയ്യും. ഇൻക്രിമെന്റൽ കോസ്റ്റ് ഈസ് ഡിഫറെന്റ് ഫ്രം ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. അപ്പോൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റും ഇൻക്രിമെന്റൽ കോസ്റ്റും ഒന്നല്ല. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ 2-3 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, ഒരെണ്ണം നമ്മൾ സെലക്ട് ചെയ്തു. അപ്പോൾ നമ്മൾ ആ സാക്രിഫൈസ് നമ്മൾ വേറെ ഒന്ന് വേണ്ടാന്ന് വെച്ചിട്ടാണ്. ഇപ്പൊ നിങ്ങളും പറഞ്ഞു BBA വേണ്ടാന്ന് വെച്ചിട്ടാണ് നിങ്ങൾ BCom എടുത്തത്, അവിടെ സാക്രിഫൈസ് ചെയ്ത് BBA ആയിരുന്നു.
അപ്പൊ അതേപോലെ അടുത്ത ഓൾട്ടർനേറ്റീവ് ഏതാണോ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് സാക്രിഫൈസ് ചെയ്തിട്ടാണോ എടുത്തത് അതിന് വേണ്ടി കോസ്റ്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ അതിനാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന്. ഇംഗ്ലീഷ് ഇൻക്രിമെന്റൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അതല്ല. ഇൻക്രിമെന്റൽ കോസ്റ്റ് എന്ന് പറഞ്ഞാല് നമ്മൾ ഡിസിഷൻ എടുത്തപ്പോ നമ്മൾ വിചാരിച്ച പോലെയല്ല ചെലവ് വന്നേ, നമ്മൾ വിചാരിച്ച ചെലവിനേക്കാളും കൂടുതൽ വേണ്ടി വന്നു. അങ്ങനെ പറഞ്ഞ പേരാണ്. അപ്പൊ രണ്ടും സെയിം അല്ല. ഇൻക്രിമെന്റൽ കോസ്റ്റും ഓപ്പർച്യൂണിറ്റി കോസ്റ്റും സെയിം അല്ല, ഇറ്റ് ഈസ് ഡിഫറെന്റ് ആണ്. ഇൻക്രിമെന്റൽ കോസ്റ്റ് ഈസ് എ ഡിഫറൻസ് ഇൻ കോസ്റ്റ് ഡ്യൂ ടു ഡിസിഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഇൻക്രിമെന്റൽ കോസ്റ്റ് എന്ന് പറഞ്ഞാല് ചേഞ്ച് ഇൻ കോസ്റ്റ്, ടോട്ടൽ കോസ്റ്റ് ഡ്യൂ ടു ഡിസിഷൻ. എന്തെങ്കിലും ഡിസിഷൻ എടുത്തതിന്റെ ഫലമായിട്ട് മൊത്തം കോസ്റ്റും ചേഞ്ചസ് വന്നു. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ബൈ സബ്സ്ട്രാക്ടിങ് ഇൻക്രിമെന്റൽ കോസ്റ്റ് ഫ്രം ഇൻക്രിമെന്റൽ റവന്യൂ, ഗെയിൻ ഫ്രം എ പ്രൊപ്പോസ്ഡ് ചേഞ്ച് ഇൻ ദ ആക്ടിവിറ്റി കാൻ ബി കാൽക്കുലേറ്റഡ്. അപ്പൊ ഒരു സ്ഥാപനത്തിലെ ഇൻക്രിമെന്റൽ കോസ്റ്റും ഇൻക്രിമെന്റൽ റവന്യൂ ഉണ്ടായെന്ന് വിചാരിക്കാം. ഇൻക്രിമെന്റൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഡിസിഷൻ എടുത്തപ്പോൾ ടോട്ടൽ കോസ്റ്റ് ചേഞ്ച് ചെയ്തു. ഇൻക്രിമെന്റൽ റവന്യൂ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഡിസിഷൻ എടുത്തപ്പോൾ ഫോർ എക്സാമ്പിൾ അവിടുത്തെ പ്രോഫിറ്റ് നമ്മൾ 5 lakh ആണ് നമ്മൾ ഉദ്ദേശിച്ചത്. പക്ഷേ ലാഭം ഉണ്ടായപ്പോ നമ്മളെ ഡിസിഷൻസ് ഒക്കെ ഒരുപാട് ഡിസിഷൻസ് ഒക്കെ എടുത്തു. അതിന്റെ ഫലമായിട്ട് നമ്മുടെ ലാഭം 5 lakhs അല്ല 10 lakhs ഉണ്ടായി. അപ്പൊ അവിടെ ഇൻക്രിമെന്റൽ റവന്യൂ വന്നു അല്ലെ. 5 ലക്ഷത്തിന് പകരം ആ 10 ലക്ഷം വന്നു. ഇനി അതേപോലെ ടോട്ടൽ കോസ്റ്റ് ഇതുപോലെ തെറ്റാത്ത തീരുമാനങ്ങൾ കാരണം മറ്റു നല്ല തീരുമാനങ്ങൾ ഉണ്ടായിരിക്കാം. എന്തെങ്കിലും നല്ലത് ചീത്തയാവട്ടെ തീരുമാനം എടുത്തതിന്റെ ഫലമായിട്ട് കോസ്റ്റ് ചേഞ്ച് വന്നു. 5 ലക്ഷം ഉള്ളത് 6 ലക്ഷമായി. അപ്പൊ നോക്കി നോക്കിയേ, 10 ലക്ഷം റവന്യൂ, പ്രോഫിറ്റ് 10 ലക്ഷം അല്ലായിരുന്നു, കോസ്റ്റ് 6 ലക്ഷമാണ്. അപ്പൊ ആ രണ്ടും തമ്മിൽ ആ ഡിഫറൻസ് തമ്മിൽ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇൻക്രിമെന്റൽ റവന്യൂന്ന് ഇൻക്രിമെന്റൽ കോസ്റ്റ് മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഗെയിൻ. എത്ര രൂപ ലാഭം ഉണ്ടായി എന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻക്രിമെന്റലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് ഇൻക്രിമെന്റൽ കോൺസെപ്റ്റ് ആണ് മാനേജൽ എക്കണോമിക്സിൽ യൂസ് ചെയ്യുന്നത്. ഒന്ന് ഇൻക്രിമെന്റൽ കോസ്റ്റും അനദർ വൺ ഇൻക്രിമെന്റൽ റവന്യൂ. ഇൻക്രിമെന്റൽ കോസ്റ്റ് എന്താന്ന് പറഞ്ഞു? ചേഞ്ചസ് ഇൻ ടോട്ടൽ കോസ്റ്റ് റിസൾട്ടിംഗ് ഫ്രം എ ഡിസിഷൻ. ഇൻക്രിമെന്റൽ റവന്യൂ മീൻസ് ചേഞ്ച് ഇൻ ടോട്ടൽ റവന്യൂ റിസൾട്ടിംഗ് ഫ്രം എ ഡിസിഷൻ. ഇൻക്രിമെന്റൽ പ്രിൻസിപ്പിൾ can be used in theories of consumption, production, pricing and distribution. Incremental cost is different from opportunity cost. Incremental cost is the changes in total cost due to a decision. അപ്പോൾ അങ്ങനെ രണ്ടും ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? By subtracting incremental cost, ആരനെ മൈനസ് ചെയ്യേണ്ടത്? ഇൻക്രിമെന്റൽ കോസ്റ്റ് മൈനസ് ചെയ്യണം. ആരിൽ നിന്ന് മൈനസ് ചെയ്യണം? ഫ്രം ഇൻക്രിമെന്റൽ റവന്യൂ. ഇൻക്രിമെന്റൽ റവന്യൂന്ന് ഇൻക്രിമെന്റൽ കോസ്റ്റ് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് കിട്ടും, ഓർ ഗെയിൻ കിട്ടും. ആ ഗെയിൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. ആൻഡ് തേർഡ് പ്രിൻസിപ്പിൾ ആണ് പ്രിൻസിപ്പിൾസ് ഓഫ് ടൈം പെർസെപ്റ്റീവ്. പ്രിൻസിപ്പിൾസ് ഓഫ് ടൈം പെർസെപ്റ്റീവ്. എന്താണ് ടൈം പെർസെപ്റ്റീവ്? നമുക്കറിയാം, ഒരു ഡിസിഷൻ എക്കണോമിക് തിയറിയിലെ ഈ ടൈമിനെ വളരെയധികം എന്താ പറയാ, ഡിസിഷൻ എടുക്കുമ്പോൾ വളരെയധികം ടൈമിന് വളരെയധികം പ്രാധാന്യമുണ്ട്. പർട്ടിക്കുലർലി ഇൻ പ്രൈസിങ്. സാധനങ്ങളുടെ വില ഇടല്ലേ, അതിലെ ടൈം പ്ലേസ് എ ഡിസിഷൻ റോൾ ഇൻ എക്കണോമിക് തിയറി. ഒരു ഡിസിഷൻ റോൾ ഉണ്ട് ആർക്ക്? ടൈമിലുള്ളത്. നമ്മുടെ മാർഷലാണ് ഈ ടൈം വാല്യൂ തിയറി കൊണ്ടുവന്ന ആള്. It was Marshall who introduced the element of time in the value theory. He considered 4 market forms based on time. അയാള് നമ്മുടെ മാർഷൽ എന്ത് ചെയ്തു? 4 മാർക്കറ്റ് ഫോംസ് ആണ്, ടൈമിന്റെ അടിസ്ഥാനത്തില് 4 മാർക്കറ്റ് ഫോംസ് ആണ് അയാള് കൊണ്ടുവന്നത്. വെരി ഷോർട്ട് പീരീഡ്, ലോങ് പീരീഡ് ആൻഡ് സെക്യുലർ പീരീഡ്. 4 പീരീഡാണ്. ടൈമിന് പ്രാധാന്യമുണ്ട്. മാനേജൽ എക്കണോമിക്സിലെ എക്കണോമിക് തിയറിയിലെ ഡിസിഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ടൈം. അപ്പൊ അതുകൊണ്ട് തന്നെ അയാൾ എന്ത് ചെയ്തു? 4 മാർക്കറ്റ് ഫോംസ്, അതായത് മാർഷലാണ് ഇത് കൊണ്ടുവന്നതെന്ന് പറഞ്ഞു, ടൈം വാല്യൂ തിയറി കൊണ്ടുവന്നേ. അയാള് 4 മാർക്കറ്റ് ഫോംസ്, ടൈമിന്റെ അടിസ്ഥാനത്തിൽ 4 മാർക്കറ്റ് ഫോംസ് ആണ് കൊണ്ടുവന്നത്. വെരി ഷോർട്ട് പീരീഡ്, ലോങ് പീരീഡ് ആൻഡ് സെക്യുലർ പീരീഡ്. ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ എ ഡിസിഷൻ ഷുഡ് ബി ടേക്കൺ ഓൺലി ആഫ്റ്റർ സ്റ്റഡിയിങ് ദ ഷോർട്ട് റൺ ആൻഡ് ലോങ് റൺ എഫക്ട്സ് ഓൺ കോസ്റ്റ് ആൻഡ് റവന്യൂ. അപ്പം എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ എന്ത് ചെയ്യണം? അപ്പോൾ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ അതിനെ ഷോർട്ട് റൺ എഫക്റ്റും സ്റ്റഡി ചെയ്യണം, ലോങ് റൺ എഫക്റ്റും കോസ്റ്റും റവന്യൂ ഒക്കെ അതൊക്കെ അതിനെ കുറിച്ചൊക്കെ നന്നായിട്ട് പഠിച്ച ശേഷം മാത്രമാണ് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ടൈമിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ എന്ത് ചെയ്യണം? അതിന്റെ കോസ്റ്റ് എത്ര ഉണ്ടാവും, റവന്യൂ എത്ര ഉണ്ടാവും, അത് ഷോർട്ട് റൺ എഫക്റ്റ് മാത്രം നോക്കിയാൽ പോരാ, ലോങ് റൺ എഫക്റ്റും കൂടി നോക്കണം. എന്നിട്ട് വേണം നമ്മൾ ഡിസിഷൻസ് എടുക്കാനായിട്ട്. അപ്പൊ 3ാമത്തെ പ്രിൻസിപ്പിൾ ആയിരുന്നു പ്രിൻസിപ്പിൾസ് ഓഫ് ടൈം പെർസെപ്റ്റീവ്. 4ാമത്തെ പ്രിൻസിപ്പിൾ ആണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഡിസ്കൗണ്ടിങ്.
The core of discounting principle is that a rupee in hand today is worth more than a rupee to be received in tomorrow. അതായത് നമ്മളോട് ചോദിക്കുകയാണ് ഇന്ന് 1 രൂപ വേണോ നാളെ 1 രൂപ വേണോ എന്ന് ചോദിക്കുകയാണ്. ഏതിനാണ് വാല്യൂ ഉണ്ടാവുക? ഇന്നത്തെ 1 രൂപയ്ക്കാണ്. നാളത്തെ 1 രൂപയെക്കാളും വാല്യൂ ഇന്നത്തെ 1 രൂപയ്ക്കാണ്. മനസ്സിലായോ? ഇന്നത്തെ 1 രൂപ നമ്മളോട് ഒരാൾ ചോദിക്കുകയാണ് അല്ലെ 10 രൂപ വേണോ ഇന്ന് വേണോ നാളെ വേണോ എന്ന് ചോദിക്കുകയാണ്. നമ്മൾ എപ്പോഴും എന്ത് പറയണം? നേരത്തെ വേണമെന്ന് പറയണം. കാരണം ഓരോ ദിവസം കഴിയും തോറും അതിന്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യാം. This means that money has a time value. എന്തുകൊണ്ടാണ്? കാരണം മണിക്ക് എപ്പോഴും ടൈം വാല്യൂ ഉണ്ട്. The future money should be discounted because of 2 reasons. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ പറയണം then നമ്മളെ അടുത്ത് പറയാണ് 5000 രൂപ തരാന്ന് പറഞ്ഞു. 5 വർഷം കഴിഞ്ഞാൽ 5000 രൂപ തരാന്ന് പറഞ്ഞു. ചിലപ്പോൾ നമ്മൾ ഇന്ന് 5000 രൂപ കൊടുത്തിട്ടായിരിക്കും ചിലപ്പോൾ അയാൾ പറഞ്ഞിട്ടുണ്ടാവുക 5 വർഷം കഴിഞ്ഞാൽ അല്ലെങ്കിൽ 3 വർഷം കഴിഞ്ഞാൽ 5000 തരാം അല്ലെങ്കിൽ 2 വർഷം കഴിഞ്ഞ് തരാന്ന് പറയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇന്നത്തെ 5000 രൂപ ഇന്നലെ 5000 രൂപ നമ്മൾ കൊടുത്തു. അയാൾ 2 വർഷം അല്ലെങ്കിൽ 3 വർഷം എത്ര കഴിഞ്ഞാൽ തരണമെങ്കിൽ അന്ന് ആ 5000 രൂപയ്ക്ക് അതിന്റെ വാല്യൂ ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ പ്രസന്റ് വാല്യൂ അതൊക്കെ നമുക്ക് പ്രോബ്ലം വെച്ചിട്ട് നമുക്ക് അതിന്റെ ഫാക്ടറൊക്കെ വെച്ച് ചെയ്യാനൊക്കെ നമുക്ക് പഠിക്കാനൊക്കെ ഉണ്ട്. ഇപ്പൊ നമ്മൾ അതിനെ കുറിച്ചൊന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഫ്യൂച്ചർ മണി എപ്പോഴും ഡിസ്കൗണ്ട് ചെയ്യും. ഡിസ്കൗണ്ട് ചെയ്യാന്ന് വെച്ചാൽ 5 വർഷം കഴിഞ്ഞാൽ 5000 രൂപ തരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഡിസ്കൗണ്ട് ചെയ്യും. അന്നത്തെ അതിന്റെ വാല്യൂ എത്രയാണെന്ന് നമുക്ക് നമ്മുടെ ടേബിളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കണ്ടെത്താൻ പറ്റും. അപ്പോൾ അന്നത്തെ 5 വർഷം കഴിഞ്ഞാൽ 5000 രൂപയുടെ വാല്യൂ എത്രയാണ്, 4 വർഷം കഴിഞ്ഞാൽ 3000 രൂപ, അങ്ങനെ ഓരോന്നിന്റെയും നമുക്ക് ഡിസ്കൗണ്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ഫ്യൂച്ചർ മണി എപ്പോഴും ഡിസ്കൗണ്ട് ചെയ്യാനുള്ള 2 കാരണമാണുള്ളത്. ഒന്നാമത്തെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂച്ചർ മണി എന്ന് പറഞ്ഞാൽ എപ്പോഴും അതിലെ അൺസർട്ടനിറ്റിയും റിസ്ക് ഉണ്ടായിരിക്കും. അൺസർട്ടനിറ്റി എന്ന് പറഞ്ഞാൽ അനിശ്ചിതത്വങ്ങളും അപകട സാധ്യതകളൊക്കെ ഉണ്ട്. വേറൊരു റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യണ്ടേ? നമ്മളിപ്പോ ഇന്ന് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്തു എന്നിട്ട് നമ്മൾ ഫ്യൂച്ചർ വരെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യണ്ടേ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ബിസിനസ് ആണ്, ഒരു പ്രൊജക്ട് ആരംഭിക്കാന്ന് വെക്കുകയാണ്. നമ്മൾ ഇന്നൊരു 50,000 മുടക്കി കഴിഞ്ഞാൽ 2 വർഷം കഴിഞ്ഞാൽ 40,000 കിട്ടും അല്ലെ 60,000 കിട്ടും എന്നൊക്കെ പറയാണ്. അപ്പൊ നമ്മൾ അത് സാക്രിഫൈസ് ചെയ്തു. ആ എമൗണ്ട് നമ്മളിന്ന് മുടക്കി. പക്ഷേ നമ്മൾ അത് കിട്ടാൻ വരെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യാണ് അല്ലേ? അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഫ്യൂച്ചർ മണി എന്ത് ചെയ്യുന്നത്? ഡിസ്കൗണ്ട് ചെയ്യാനുള്ള കാരണം. ഈ ഡിസ്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് നമുക്ക് എന്താ പറയാ ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രൊപ്പോസല് പ്രോഫിറ്റബിൾ ആണോ അല്ലേ എന്നൊക്കെ തീരുമാനിക്കാനായിട്ട് ഈ ഡിസ്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ഹെൽപ്ഫുൾ ആണ്. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അതൊന്നും നമുക്ക് ഇപ്പോൾ പഠിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് മനസ്സിലാൻ വേണ്ടിയാണ് പറയുന്നത്. NPV മെത്തേഡ്, പ്രസന്റ് വാല്യൂ ഓഫ് ഇൻഫ്ലോ മൈനസ് പ്രസന്റ് വാല്യൂ ഓഫ് ഔട്ട്ഫ്ലോ, അങ്ങനെ കുറെ മെത്തേഡുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കത് ഹയർ സ്റ്റഡീസിലെ അല്ലെങ്കിൽ നിങ്ങൾക്കത് ഏതെങ്കിലും പേപ്പറിലൊക്കെ നിങ്ങൾക്കത് പഠിക്കാനുണ്ടാവും, കുറച്ചൊക്കെ പഠിക്കാനുണ്ടാവും. അതല്ലെങ്കിൽ നിങ്ങൾ PhD ഒക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് നന്നായി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഡിസ്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് നമുക്ക് ഒരു ഫോർ എക്സാമ്പിൾ ഒരു ബിസിനസ്സിൽ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണോ, അത് പ്രോഫിറ്റ് കിട്ടുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഈ ഡിസ്കൗണ്ടിങ് പ്രിൻസിപ്പിൾ വളരെ ഹെൽപ്ഫുൾ ആണ്. മാത്രമല്ല ഡിസ്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ഈസ് വെരി യൂസ്ഫുൾ ഇൻ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻസ്. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻസ് എടുക്കുമ്പോഴും അവിടെയും ഈ ഡിസ്കൗണ്ടിങ് പ്രിൻസിപ്പിൾ വളരെ യൂസ്ഫുൾ ആണ്. അതായത് ഡിസ്കൗണ്ടിങ് പ്രിൻസിപ്പിൾ എന്താണെന്ന് മനസ്സിലായല്ലോ? ഇന്നത്തെ 1 രൂപയാണ് നാളത്തെ 1 രൂപയെക്കാളും വാല്യൂ. അതായത് ഓരോ ദിവസം കഴിയും തോറും മണിയുടെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഫ്യൂച്ചറിൽ വല്ല മണിയും കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങളുടെ പാരന്റ്സ് നിങ്ങളോട് പറയാണ് ഒരു 5 lakhs നിങ്ങൾക്ക് ഒരു 5 വർഷം കഴിഞ്ഞാൽ കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്ര വർഷം കഴിഞ്ഞാൽ ഇത്ര. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം? ആ 5 ലക്ഷം രൂപയ്ക്ക് 5 വർഷം അപ്പോൾ 10 ലക്ഷം രൂപയാണെങ്കിൽ 10 ലക്ഷം രൂപയ്ക്ക് ഈ 5 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് എന്ത് വാല്യൂ ഉണ്ടാവും നമ്മളത് ഡിസ്കൗണ്ട് ഫാക്ടർ ഉപയോഗിച്ചിട്ട് കണ്ടെത്തും. അത് നമുക്കിപ്പോൾ നോക്കേണ്ട ആവശ്യമില്ല, എന്നാലും നമുക്ക് ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഫ്യൂച്ചർ മണി നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യും. 2 കാരണമാണ് ഡിസ്കൗണ്ട് ചെയ്യാനുള്ള കാരണം. ഒന്നാമത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ ഫ്യൂച്ചർ മണി എപ്പോഴും അൺസർട്ടനിറ്റി ഉണ്ട്, അതുപോലെ തന്നെ റിസ്ക്കും ഉണ്ട്. ആൻഡ് അനദർ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളങ്ങനെ ഫ്യൂച്ചറിന് വേണ്ടി വെയിറ്റ് ചെയ്യണ്ടേ? ഇപ്പൊ നമ്മൾ ഇന്ന് സാക്രിഫൈസ് ചെയ്തു, ഇന്ന് നമ്മൾ ആ പൈസ കൊടുത്തു, എന്നിട്ട് നമ്മളങ്ങനെ ഫ്യൂച്ചറിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യണ്ടേ? ഫ്യൂച്ചർ വരെ വെയിറ്റ് ചെയ്യണ്ടേ? അതുകൊണ്ട് വളരെ ഇൻവെസ്റ്റ്മെന്റ് പ്രൊപ്പോസൽ പ്രോഫിറ്റബിൾ ആണോ അല്ലേന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ ഡിസ്കൗണ്ടിങ് പ്രിൻസിപ്പിൾ വളരെ ഹെൽപ്ഫുൾ ആണ്. ഇറ്റ് ഈസ് വെരി യൂസ്ഫുൾ ഇൻ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻസ്. ആൻഡ് 5th പോയിന്റ് ആണ് ഇക്വി മാർജിനൽ പ്രിൻസിപ്പിൾസ്. ഇക്വി മാർജിനൽ പ്രിൻസിപ്പിൾസ് എന്താണ് ഇക്വി മാർജിനൽ പ്രിൻസിപ്പിൾസ് എന്ന് വെച്ചാൽ ഫുൾ സ്റ്റോപ്പ് പോയി, ഒരു മിനിറ്റ്. ഇക്വി മാർജിനൽ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാല്
എന്താന്ന് വെച്ചാൽ ദിസ് ഇസ് വൺ ഓഫ് ദ വൈഡ്ലി യൂസ്ഡ് കോൺസെപ്റ്റ്സ് ഇൻ മാനേജൽ എക്കണോമിക്സ്. മാനേജൽ എക്കണോമിക്സിലെ വളരെയധികം വൈഡായിട്ട് യൂസ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഇക്കി മാർജിനൽ പ്രിൻസിപ്പിൾസ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ്, ഈ പ്രിൻസിപ്പിളിന് വേറൊരു പേരുണ്ട് പറയും, പ്രിൻസിപ്പിൾസ് ഓഫ് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ. മാക്സിമം സാറ്റിസ്ഫാക്ഷൻ എന്താണെന്ന് അറിയാലോ, പ്രിൻസിപ്പിൾ ഓഫ് മാക്സിമം സാറ്റിസ്ഫാക്ഷനും കൂടി ഈ പ്രിൻസിപ്പിളിനെ നമ്മൾ അറിയപ്പെടും. According to this principle, an input should be allocated in such a manner that the value added by the last unit of is same in all uses. എന്താണ് ഈ പ്രിൻസിപ്പിൾ എന്താ പറയണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ഇൻപുട്സ് ഒക്കെ നമ്മൾ അലോക്കേറ്റ് ചെയ്യുമല്ലോ. അതായത് ഇപ്പൊ ഇൻപുട്സ് എന്ന് പറഞ്ഞാല് നമ്മൾ എന്തെങ്കിലും ഇപ്പൊ പ്രൊഡക്ഷൻ നടത്താനുള്ള റോ മെറ്റീരിയൽസ് അങ്ങനെയുള്ള സാധനങ്ങൾക്ക് നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റും ഓരോരുത്തർക്ക് അല്ലെങ്കിൽ ഇപ്പോൾ അവിടുത്തെ ക്യാപിറ്റലോ എന്തെങ്കിലുമൊക്കെ നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അതെങ്ങനെ വേണം, വാല്യൂ ആഡഡ് ബൈ ലാസ്റ്റ് യൂണിറ്റ് ഓഫ് ഇൻപുട്ട് ഈസ് സെയിം. അതായത് അതിന്റെ ലാസ്റ്റ് അതിന്റെ വാല്യൂ അത് ആഡ് അതിന്റെ ലാസ്റ്റ് യൂണിറ്റ് ഓഫ് ഇൻപുട്ടും സെയിം, അതിന്റെ വാല്യൂ എന്തായിരിക്കും, സെയിം ആണ്. ഓരോ യൂസ് കഴിയുമ്പോഴും ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അതെന്താ സംഭവം എന്ന് വെച്ചാല് നമുക്ക് എന്താണത് ആഡ് ചെയ്യുമ്പോൾ എന്താ സംഭവം, ഒന്നുമില്ല, ഒരിക്കലും വേസ്റ്റേജ് ഉണ്ടാവാൻ പാടില്ല. അതായത് ഇപ്പൊ നമ്മൾ ഒരു സാധനം എടുത്തു, ആ സാധനം എടുത്തപ്പോ ഫ്രഷ് ആയിട്ടൊരു ഒരു കൊട്ടയിൽ നിന്ന് നമ്മളൊരു സാധനം എടുത്തു, അതേ വാല്യൂ തന്നെ ആ കൊട്ടയത്തെ ലാസ്റ്റ് സാധനം എടുക്കുമ്പോഴും അതേ വാല്യൂ തന്നെ ഉണ്ടായിരിക്കണം. അതായത് അതിനൊന്നും നശിച്ചു പോകാൻ പാടില്ല, വേസ്റ്റേജ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക. മാക്സിമം യൂട്ടിലൈസ് ചെയ്യുമ്പോഴാണ് എല്ലാ റിസോഴ്സും നമ്മൾ മാക്സിമം യൂട്ടിലൈസേഷൻ ചെയ്യുമ്പോഴാണ് മാക്സിമം പ്രോഫിറ്റബിലിറ്റി കിട്ടുള്ളൂ. അത്രേ ഈ പ്രിൻസിപ്പിൾ പറയുന്നുള്ളൂ. ഓക്കെ, അപ്പൊ അതിനാണ് അങ്ങനെ പറഞ്ഞത്, ഇൻപുട്ട് ഷുഡ് ബി അലോക്കേറ്റഡ് സച്ച് എ മാനർ ദാറ്റ് വാല്യൂ ആഡഡ് ബൈ ദ ലാസ്റ്റ് യൂണിറ്റ് ഓഫ് ഇൻപുട്ട് ഈസ് സെയിം ഇൻ ഓൾ യൂസസ്. അപ്പൊ അതാണ് ഇതിൽ പറയുന്നത്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്തെങ്കിലും നമ്മൾ സാധനങ്ങൾ അലോക്കേറ്റ് ചെയ്യുമ്പോൾ അത് ഇപ്പൊ ലാസ്റ്റ് ഒക്കെ ആകുമ്പോൾ ഇപ്പൊ നമ്മള് എന്തൊരു സാധനം കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴേക്കും അത് ഡാമേജ് വന്നു അല്ലെങ്കിൽ കേട് വന്നു അങ്ങനെയൊക്കെ സംഭവിക്കുക അല്ലെ. അങ്ങനെ ഒരിക്കലും ഉണ്ടാവരുത്. നമ്മൾ ഫസ്റ്റ് എടുക്കണത് എങ്ങനെയാണോ അതേ വാല്യൂ തന്നെ ലാസ്റ്റ് എടുക്കണ എന്ത് യൂസസ് ഉപയോഗിക്കുകയാണെങ്കിലും അതേ വാല്യൂവിൽ തന്നെ അത് ഉപയോഗിക്കണം. അതായത് ഇത്രയേ ഉള്ളൂ, മാക്സിമം എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ഓൾ ഇൻപുട്സ് ഓഫ് എ ഫേം സോ ആസ് ടു മാക്സിമൈസ് പ്രോഫിറ്റബിലിറ്റി. എല്ലാ ഇൻപുട്സും മാക്സിമം എക്സ്പ്ലോയിറ്റേഷനും ചൂഷണം ചെയ്യാം, മാക്സിമം ഉപയോഗിക്കണം, ഒട്ടും വേസ്റ്റേജ് ഉണ്ടാവരുത്, എങ്കിൽ മാത്രമാണ് മാക്സിമം പ്രോഫിറ്റബിലിറ്റി ഉണ്ടാവുള്ളൂ. ഇത് ഈ പ്രിൻസിപ്പിളും ഇക്കി മാർജിൻ പ്രിൻസിപ്പിൾ ക്യാൻ ബി അപ്ലൈഡ് ഇൻ ഡിഫറെന്റ് ഏരിയാസ് ഓഫ് മാനേജ്മെന്റ് എല്ലാ ഏരിയാസിലും ഈ പ്രിൻസിപ്പിൾ യൂസ് ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ബഡ്ജറ്റിംഗിൽ യൂസ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ റിസർച്ച് എക്സ്പെൻഡിച്ചർ ഒക്കെ അലോക്കേറ്റ് ചെയ്യുന്നതിൽ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ എലിമിനേറ്റിംഗ് വേസ്റ്റ് ഇൻ യൂസ്ലെസ് ആക്ടിവിറ്റി. എന്തെങ്കിലും യൂസ്ലെസ് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുമ്പോൾ അതിൽ വേസ്റ്റേജ് ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇക്കി മാർജിൻ പ്രിൻസിപ്പിൾ. എന്തെങ്കിലും ഇൻപുട്സ് അല്ലെങ്കിൽ ഇൻപുട്സ് റിസോഴ്സ് യൂസ് ചെയ്യുമ്പോൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം, ഒരിക്കലും വേസ്റ്റേജ് ഉണ്ടാവരുത്, മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടുക, മാക്സിമം പ്രോഫിറ്റ് കിട്ടുക. ഇതാണ് ഈ പ്രിൻസിപ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ആണ്. അതായത് ഇതിന് കഴിഞ്ഞ ഒരു ഇത് കഴിഞ്ഞിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ മാനേജൽ എക്കണോമിക്സ് പാർട്ട് 9 എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് കഴിഞ്ഞാൽ അത്രയും മാത്രമേ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് സെക്കൻഡ് ചാപ്റ്റർ ആണ് സ്റ്റാർട്ട് ചെയ്യാനുള്ളത്. അപ്പൊ ഇതുവരെയുള്ള ഭാഗങ്ങൾക്ക് നന്നായി പഠിക്കണം. ഇതിൽ ഏതെങ്കിലും ഭാഗങ്ങൾ മനസ്സിലായെങ്കിൽ ചോദിക്കുക, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചാപ്റ്റർ ഇത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ഞാൻ ഇതിന് മുമ്പേ ഇറക്കിയിട്ടുണ്ടായിരുന്നു, പാർട്ട് 9 എന്ന് പറഞ്ഞിട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഇനി ഇത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ചാപ്റ്റർ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ.